ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ പലഹാരമാണ്. നമ്മൾ പലരും മറന്നു തുടങ്ങിയിട്ടുള്ള ഒരു നാടൻ പലഹാരം എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റാണിത്, അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് നമുക്ക് ഒരു നൂൽ പരുവൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശർക്കരയൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി കിട്ടും. ഇനി ഈ ശർക്കര നമുക്കൊന്ന് ചെറിയ പീസായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ്മിസ് നമ്മുടെ കയ്യിലുള്ള അത്ര ഇട്ട് കൊടുക്കാം, കൂടുതലോ കുറച്ചോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഇതിനകത്തേക്ക് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മുടെ കിസ്മിസൊക്കെ നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഈ നേന്ത്രപ്പഴവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വഴണ്ട് വരുമ്പോൾ തന്നെ ആ നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരും. ഇതാ കണ്ടില്ലേ, ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിലതൊക്കെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ ഒന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. എത്രത്തോളം തേങ്ങ ചേർക്കാവോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് ഈ ഏത്തപ്പഴവും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പീരയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരണം. ആ ഒരു സമയം വരെ നമ്മൾ 1-2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഞാനൊരു 2 മിനിറ്റും കൂടെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാൻ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ശർക്കരപ്പാൻ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് കാണും. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട്. ആ ശർക്കരപ്പാനിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും കൂടെ ആ കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ജീരകവും ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആ ജീരകവും ഏലക്കയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം തയ്യാറാക്കുന്ന ആ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു നാടൻ പലഹാരമാണിത്. ഇനി ഇത് ഗോതമ്പ് പൊടി വെച്ചല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചോ റവ വെച്ചോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്കിവിടെ വാഴയിലയും വയണയിലയും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു മോൾഡിലാണ് കേട്ടോ. ഇത് ഇതുപോലെ നമുക്ക് ഷേപ്പിൽ കിട്ടുന്നതാണ്. നമുക്ക് വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പരത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വയണയിലയിൽ നമുക്ക് തെരളിയുടെ രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ മോൾഡ് ഇതുപോലെ തുറന്നെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി മാവ് എടുത്തിട്ട് ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നിരത്തി നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും നമ്മുടെ മാവൊക്കെ എത്തുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള മാവ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരികയും ആ മാവ് നമുക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും.
ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഈ മോൾഡിൽ നിന്നും പെട്ടെന്ന് ഇളകി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് അടർത്തി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഓൾ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടുത്തതും കൂടി ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, 4 എണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ടുണ്ട് കേട്ടോ. എണ്ണയോ നെയ്യോ തടവി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊരു 6-7 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓരോന്നും എടുത്തു മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ പാത്രത്തിലല്ലാതെ നമ്മുടെ ഇഡലിത്തട്ടിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലേ, നമ്മുടെ നാടൻ പലഹാരം നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ലൊരു ടേസ്റ്റും നമ്മൾ ആ നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.